ബാബാ ബാബാ ഇവിടുന്ന് നോക്കിയാൽ നിബിഡമായ വനട്ടാ. ഇതിൻ്റെ താഴെ വെള്ളച്ചാട്ടം. ശരിക്കും മുകളിൽ നിന്ന് ആ വെള്ളച്ചാട്ടം വന്നെങ്കിൽ ഇത്തിരി മങ്ങിയേനെ. ഇനി ഇതിൻ്റെ താഴെ നിന്ന് ആ വെള്ളച്ചാട്ടമൊക്കെ കറക്റ്റായിട്ട് പിടിക്കാം. നല്ല എയിമാവും. ബാബാ എവിടെ ഈ വെള്ളച്ചാട്ടമല്ല, അയ്യപ്പൻ ചേട്ടൻ്റെ ചായക്കടയാ, അങ്ങനെ എന്തോ കള്ളുകടയാ, കള്ള് ഷാപ്പോ. ശരിക്കും തോർത്തുമുണ്ടും വെള്ളത്തിലിറങ്ങാൻ പറ്റിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടിരിക്കണം. അതിലാണ് പോണ്ടേ. അതെത്ര വില കയറണില്ലല്ലോ. വെള്ളത്തിൽ ഇറങ്ങി ആരെങ്കിലും കയറി വരുമോ? ആ വഴിക്ക് നല്ല സൈലൻ്റ് ആയിട്ട് ഇറങ്ങാൻ പറ്റും. മലര അടിവാ അത് തുറക്കടം മുറ വാ, വിശാലമായിട്ട് പോവാലോ. നോക്കി ആനപ്പിണ്ടം. ഓ ആനപ്പിണ്ടം ഇവിടെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് ഇറങ്ങാൻ എളുപ്പമുണ്ട്. ഇങ്ങോട്ട് കയറണ നേരാകുമ്പോൾ എന്താ അപ്പോൾ ഇവിടെയുള്ള ആനകളൊക്കെ എവിടേക്കാ പോയേ? പൂരത്തിൻ്റെ ജനല്ലേ ആ വെള്ളത്തിൽ ചാടാൻ വേണ്ടി വന്നേക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫാമിലി ആയിട്ട് പോരെ. വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് തോർത്തുമുണ്ടൊക്കെ ആയിട്ട് വന്നാൽ മതി. ഇത് വേറെ സ്ഥലം. ഒക്കെയും ചെറിയ പിള്ളേരും ഫാമിലിയും കേട്ടോ, കൂടുതലും ബാച്ചിലറും ഉണ്ട്. എല്ലാവർക്കും പറ്റിയ സ്ഥലമാണ്. വെള്ളത്തിൽ ഇറങ്ങി കിടക്കാം. അടിപൊളി ഏരിയയാണ്. മലര മുകളിൽ നിന്ന് വെള്ളം വരണുണ്ട. നല്ലൊരു ബെസ്റ്റും. ആ മലര മുകളിൽ നിന്ന് ആ വരുന്ന വെള്ളത്തിൽ നിന്നാണ് ആൾക്കാർക്ക് ഇതിൻ്റെ ഉത്ഭവം കാണുന്നത്.
കണ്ടാ ആ വെള്ളം വരാ, അത് വെള്ളം വരണതാ മുകളിൽ നിന്ന്. അത് അവിടെ നിന്ന് വന്ന് ഇവിടേക്ക് എത്തി എന്തോരം നേരം സമയം എടുക്കും നോക്കി. അതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഉറവ് വരണേ. അങ്ങ് ആക്കല്ലേ നോക്കിയൻ, വെള്ള കളർ കണ്ട. അവിടെ നിന്നാണ് ഈ വെള്ളം വരണത്. പക്ഷെ ഈ മലയുടെ മുകളിൽ നിന്ന് എങ്ങനെ വെള്ളം വരാ, അത് എനിക്കറിയില്ല കേട്ടാ. മീനും ഉണ്ട് അതിൻ്റെ മുകളിൽ, ആര് കൊണ്ടുവന്നിട്ടു മീൻ മുകളിലേക്ക് എത്തിൻ്റെ. മീനും അവിടെ ഇഷ്ടം പോലെ മീനുണ്ട്. കാല് വെള്ളത്തിൽ വെച്ചിരുന്നാൽ മതി, അപ്പോൾ വന്ന് കൊത്തും. കണ്ട ആ മല കണ്ട, അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ വെള്ളം വന്ന് ഈ വരണ വഴിയിൽ എല്ലായിടത്തും ആൾക്കാരിങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുപ്പി കെട്ടി തൂക്കിയിട്ടാണെങ്കിടി അത് വെള്ളം നിറച്ചിട്ട് കയറ് കെട്ടി മുകളിലേക്ക് കല്ല് കെട്ടിയിട്ട് വിടും. അല്ലാണ്ട് ആ തുഞ്ചത്ത് അതിൻ്റെ മുകളിൽ കയറി കെട്ടാൻ പറ്റില്ല. കൊമ്പുമ്പോൾ ചവിട്ടുമ്പോഴേക്കും അത് ഒടിയും. ആനര പുറം പോലെ ഇല്ലേ. വെറൈറ്റി വീഡിയോസ്. ഒരു മഴക്കാർ വരുന്നുണ്ട്. ഇനി 2 സ്ഥലം കൂടിയും പോകാണ്ടെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ സമയമില്ലാത്തതിൻ്റെ പേരിൽ വെള്ളത്തിൽ ഇനിയും ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം വയൽ വെള്ളമില്ല. കുറേ നേരം ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ട് വയലത്തെ വെള്ളമൊക്കെ പറ്റി. ഇനി ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലം തേടി പോവുകയാണ്. അയ്യോ, ആനപ്പിണ്ടൊക്കെ ഉണ്ട് വരണ വഴിയിൽ. ആനയ്ക്ക് ഇറങ്ങും, രാത്രി നമ്മളുള്ളൂ. ഒക്കെ ഇപ്പോൾ എവിടെ പോയിട്ട് ഇരിക്കണാവോ. ഇതിങ്ങനത്തെ പിരിഞ്ഞ പാറക്കാല് ചവിട്ടി കയറാൻ പറ്റാവോ? കുഴപ്പമില്ല, സ്റ്റെപ്പ് പോലെ ഇട്ടേക്കണം. ഇതാണ് ആനപ്പിണ്ടം. പശുവിനൊന്നും ഇവിടെ ഒരാളും കേട്ടില്ല. എന്ത് അവരിറങ്ങാനുള്ള വഴിയാണ് നോക്കണത്. ആളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുക. ഈ പുള്ളിക്കാരത്തിക്കാൻ ചില വെള്ളം പേടിയാണ്. അതിൻ്റെ പേരിൽ ആൾക്ക് അധികം നേരം വെള്ളത്തിൻ്റെ അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. ജീവനും കൊണ്ട് ഓടാം. വെള്ളത്തിൽ ഇറങ്ങി വന്ന് വെച്ചാൽ ഇറങ്ങി, അത്രേ ഉള്ളൂ. ഇനി വരും. ഒരു മിനിറ്റ് ഡി. കടലയാ? കടല എന്താ വില? അത് റേറ്റ് കൂടുതലാണല്ലോ. ആരാ വിൽപ്പനാരി? മുഖം നോട്ടെ. എന്തായാലും ചോദിച്ചതല്ലേ. ഒരു കടല എടുക്ക്. പിന്നെന്താ മാങ്ങ പൊളി ഇതൊക്കെ എന്ത്? എവിടെ? 2 കച്ചവടക്കാരികളാ, ഭാവിയിലത്തെ താരങ്ങളവര്. എന്താ പേര്? എവിടെ വീട്? അതെ, നിന്റെ എവിടെ? എന്താ പേര്? കാരുണ്യ. വീടോ? ഓ, ഇവിടത്തെക്കാരെല്ലാവരും. അപ്പം മാങ്ങിക്കല്ലേ കൂടുതൽ വെക്കണ്ടേ? കപ്പലണ്ടി കുറവല്ല. കാശ് കൊടുക്കുക ചേച്ചി. അതെ ചേച്ചി അനീത്യ
ആരാ ചേച്ചി? മിളകാണ് അതിൽ മാങ്ങ ഇപ്പോൾ വരുമായിരിക്കും അല്ലേ? ഞാൻ വിചാരിച്ചിരുന്നു ഉറങ്ങണെന്ന്. അപ്പോൾ അത് കാരണം അങ്ങോട്ട് ഇറങ്ങി എന്തിട്ടാ കാണാനുള്ള? അല്ല ഇവിടെ വെള്ളം ചാടുന്നത് കാണാൻ പറ്റുമോ? ആ വെള്ളം ഇനി എവിടേക്കാ പോണേ? അതെവിടെയാ സ്ഥലം? ആ പാടങ്ങളിലേക്കാ പോണത്. നെല്ലിയാമ്പതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ അപ്പം അതിൻ്റെ അപ്പുറം നെല്ലിയാമ്പതിന്. ആനപ്പിണ്ടൊക്കെ ഉണ്ട് ഇവിടെ. ആന എപ്പോഴാ ഇറങ്ങുക? നിങ്ങൾ കണ്ടണ്ട? നിങ്ങൾ കണ്ടണ്ട ആനനെ? ഓ എന്നാണോ? ആ ഫോണിൽ വരുമോ? ആന ഇറങ്ങിണ്ടെന്നും പറഞ്ഞിട്ട് അല്ലേ? ഇതിലാരാ പഠിക്കാൻ പിടിക്ക്? ആ ശനി ഞായർ ആൾക്കാർ വരുമോ? ഇവിടെ വരുമോ? ഈ നേരങ്ങളിൽ ആന വരുമോ? എന്തത് രാത്രി 6 മണിയാകുമ്പോൾ വരുമോ? ഇതിൻ്റെ മുകളിലേക്ക് എത്ര മണി വരെ കയറ്റി വിടും? ഇപ്പം വാച്ച്മാൻ ഇല്ലല്ലേ? ഈ മലയുടെ അപ്പുറത്തേക്ക് എടി ഇതിൻ്റെ അപ്പുറത്തേക്ക് വല്ലവരും പോയിട്ടുണ്ടോ? ആര്? ആ അതിൻ്റെ മുകളിലേക്ക് എത്തുമോ വണ്ടി? വഴിയുണ്ടോ? പിള്ളേർ ചെറുതല്ല, അവർക്ക് അതിനുള്ള ഇതുണ്ടാ? മഴ വരുമ്പോൾ ഒരു പ്രതിരോധിക്കാനാണ് ഈ തൊപ്പി. എന്തായാലും ഇവരുടെ വീഡിയോ യൂട്യൂബിൽ കിടന്ന് ഓടൂല.